ആദ്യമായി ഈ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച നാവികനാരാണ്? കടലിലൂടെ ഈ ഭൂമിയെ ഒന്ന് വലം വെച്ചത് ആരാണ്? നമ്മൾ പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഫെർഡിനൻഡ് മഗല്ലൻ. പക്ഷേ ഈ മഗല്ലൻ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചിരുന്നു? ഭൂമിയെ ഒരു തവണ വലം വെച്ചിരുന്നു? ഇല്ല. പക്ഷേ ഈ ഭൂമിയെ വലം വെച്ച നാവികൻ്റെ ഖ്യാതി അദ്ദേഹത്തിനാണിപ്പോഴും. അദ്ദേഹം യാത്ര പുറപ്പെട്ടത് സ്പെയിനിൽ നിന്നാണ്. തിരിച്ച് സ്പെയിനിൽ എത്തിയെങ്കിൽ മാത്രമേ ഭൂമിയെ വലം വെച്ചു, ഭൂമിയെ ഒന്ന് ചുറ്റി എന്ന് പറയാൻ കഴിയുള്ളൂ. പക്ഷേ ആ മനുഷ്യൻ്റെ യാത്ര പകുതി കഴിഞ്ഞപ്പോൾ നിലച്ചുപോയി. അവിടെ വെച്ച് ആ മനുഷ്യൻ മരിച്ചുപോയി. എവിടെ വെച്ചാണ് മരിച്ചത്? വരാം, ആ കഥയിലേക്ക് വരാം. നമ്മളിപ്പോൾ ഫിലിപ്പൈൻസിലാണ്. ഫിലിപ്പൈൻസിലെ മനില നഗരത്തിൽ ഞാൻ രാവിലെ തന്നെ ഒരു ടാക്സി വിളിച്ച് ഇൻട്രാമൂറസ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോയി. മനില നഗരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇൻട്രാമൂറസ്. ഈ ഇൻട്രാമൂറസ് പഴയ ഒരു കോട്ട നഗരമാണ്. സ്പെയിൻകാർ ഈ പ്രദേശത്തെ അവരുടെ കോളനിയാക്കി വെച്ചിരുന്ന കാലത്ത് സ്പെയിനിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും സമ്പന്നരും പ്രമാണിമാരും ഒക്കെ വസിച്ചിരുന്ന ഒരു നഗരഭാഗം. അതായിരുന്നു അക്കാലത്തെ മനില നഗരത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. കോട്ടയ്ക്കകത്തെ ഒരു നഗരം. ഈ കോട്ടയ്ക്കകത്ത് വലിയൊരു ജയിലുണ്ടായിരുന്നു. ഈ നാട്ടിലെ ഏറ്റവും പ്രശ്നക്കാരെ, വിപ്ലവകാരികളെ, തീവ്രവാദികളെ, സ്വാതന്ത്ര്യ പോരാളികളെ ഒക്കെ തടവിലിട്ടിരുന്ന വലിയൊരു ജയിൽ അവിടെയുണ്ട്. കൂടാതെ വലിയ ദേവാലയങ്ങളുണ്ട്. സ്പാനിഷ് ശൈലിയിൽ നിർമ്മിച്ച കത്തീഡ്രലുകളുണ്ട്, പ്രഭുമന്ദിരങ്ങളുണ്ട്. അവിടെ എന്നെ ആകർഷിച്ച ഒരു പ്രധാന കാഴ്ചയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ജയിലുകളുണ്ട്. അതിലൂടെ ഞാൻ ചിത്രീകരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു സെല്ല്, ഈ സെല്ലിനകത്ത് ചരിത്രത്തിലെ ചില കഥകൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിലായിരുന്നു ജോസ് റിസൽ എന്ന ഫിലിപ്പൈൻസുകാരുടെ എക്കാലത്തെയും ദേശീയ നേതാവ് തടവിൽ കിടന്നത്. ഈ ജോസ് റിസൽ 1800കളുടെ മധ്യകാലഘട്ടത്തിൽ ജനിച്ച ഒരാളാണ്. അദ്ദേഹം ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു. പക്ഷേ പഠിക്കാൻ മിടുക്കനായിരുന്നു. ജെസ്യൂട്ട് വൈദികരുടെ വിദ്യാലയങ്ങൾ പഠിച്ചു. മിടുക്കനായി പഠനം പൂർത്തിയാക്കി. പിന്നീട് ഒരു ഡോക്ടറായി മാറി. കണ്ണ് സർജറികളിൽ വിദഗ്ധനായ ഒരു ഡോക്ടറായി മാറി. അദ്ദേഹം ഇത് പഠിച്ചത് സ്പെയിനിലും ഫ്രാൻസിലുമൊക്കെ സഞ്ചരിച്ച് അവിടേക്ക് ചെന്നിട്ടാണ് പഠിച്ചത്. അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്ന ഈ ജോസ് റിസൽ സ്പെയിൻകാരുടെ അടിമത്തത്തിൽ കഴിയുന്ന സ്വന്തം നാടിനെ വിമോചിപ്പിക്കുന്നതിനാവശ്യമായ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. അദ്ദേഹം നല്ലൊരു സാഹിത്യകാരനായിരുന്നു, നല്ലൊരു വാഗ്മിയായിരുന്നു, ചിന്തകനായിരുന്നു. അദ്ദേഹം ആളുകളിലേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ചിന്തകൾ പകർന്നു കൊടുത്തു. ഇത് സ്പെയിൻകാരെ കോപാകുലരാക്കി. അവർ വീണ്ടും ഒരിക്കൽ കൂടി യൂറോപ്പിലേക്ക് യാത്ര ചെയ്ത ജോസ് റിസലിനെ ഈജിപ്തിൻ്റെ ഭാഗത്ത് വെച്ച് കപ്പലിൽ നിന്ന് പിടികൂടി തിരികെ ഫിലിപ്പീൻസിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഇൻട്രാമൂറസിലെ ഈ തടവറയിൽ പാർപ്പിക്കുന്നു. പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു വിചാരണ കൊണ്ട് 1-2 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തെ തോക്കിനിരയാക്കുന്നു, വെടിവെച്ച് കൊല്ലുന്നു. 35-ാമത്തെ 36-ാമത്തെ വയസ്സിൽ ഈ ജോസ് റിസൽ എന്ന പ്രതിഭാശാലി ദേശീയ നേതാവ് കൊല്ലപ്പെടുന്നു. അതോടെയാണ് ശരിക്കും സ്പെയിനെതിരെയുള്ള സ്വാതന്ത്ര്യ പോരാട്ടം ആളിക്കത്തുകയും പിന്നീട് 1898 ഈ രാജ്യം സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുകയും ചെയ്തത്. അപ്പോൾ ഈ ജോസ് റിസലിനെ അവസാന ദിവസം പാർപ്പിച്ചിരുന്ന ആ തടവറയാണ് നമ്മൾ കാണുന്നത്. ആ തടവറയ്ക്കുള്ളിൽ നിന്ന് 2 കാൽപാദങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ അടയാളങ്ങൾ ഭൂമിയിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചുവടുകളായിരുന്നു. ഇതൊക്കെ ഞാൻ ചിത്രീകരിച്ചു. അവിടെ നിന്ന് തിരിച്ച് ഞാൻ നഗരഹൃദയത്തിലേക്ക് വന്നു. പിന്നെ പോകുന്നത് മക്കാത്തി ഏരിയയിലേക്കാണ്. ഈ മക്കാത്തി ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ വിരുദ്ധമായൊരു സ്ഥലമാണ്. നമ്മളീ പോയ ഇൻട്രാമൂറസ് എന്ന് പറയുന്ന ഏറ്റവും പുരാതനമായൊരു ഭാഗമാണെങ്കിൽ, അല്ലെങ്കിൽ നൂറ്റാണ്ടുകളുടെ മുമ്പത്തെ ചരിത്രം ഉറങ്ങുന്നൊരു സ്ഥലമാണെങ്കിൽ, ഈ മനിലയുടെ ഏറ്റവും ആധുനികമായ സ്ഥലമാണ് ഈ മക്കാത്തി ഏരിയ. മനിലയുടെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റാണ് ഈ മക്കാത്തി ഏരിയ. CBD എന്നാണ് അത് അറിയപ്പെടുന്നത്. അവിടെയാണ് ആ രാജ്യത്തെ തന്നെ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ പല സ്ഥാപനങ്ങളുടെയും ആസ്ഥാനങ്ങൾ. വമ്പൻ മാളുകൾ, അതിഗംഭീരമായ റെസ്റ്റോറൻറ്റുകൾ, 5 സ്റ്റാർ 7 സ്റ്റാർ നിലവാരമുള്ള ഹോട്ടലുകൾ, ഇങ്ങനെ ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളുള്ള ആ കെട്ടിടങ്ങളുടെ നിഴൽ വീണ് കിടക്കുന്ന തെരുവിലൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഓടി നമ്മൾ എത്തുന്നത് ഗ്രീൻ ബെൽറ്റ് പാർക്ക് എന്ന് പറയുന്നൊരു ഭാഗത്തേക്കാണ്. ഈ ഗ്രീൻ ബെൽറ്റ് പാർക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു സ്വകാര്യ പ്രസ്ഥാനമാണ്. ഗ്രീൻ ബെൽറ്റ് എന്ന് പറയുന്ന വമ്പനൊരു മാൾ അവിടെയുണ്ട്. 1990കളിൽ വളരെ ചെറിയൊരു പ്രസ്ഥാനമായിട്ട് ആരംഭിച്ചു. 2007 ആയപ്പോഴത്തേക്കും ആ പ്രദേശത്തെ പല കോംപ്ലക്സുകൾ ഈ നഗരത്തിൻ്റെ ഹൃദയത്തിലെ പല കെട്ടിടങ്ങളിലായിട്ട് 6-7 ബ്ലോക്കുകളിലായിട്ട് ഈ ഗ്രീൻ ബെൽറ്റ് മാൾ വിപുലീകൃതമായി. വിപുലീകരിക്കപ്പെട്ടപ്പോൾ ഇവരെന്ത് ചെയ്തെന്നറിയോ? 2007 ഇവരുടെ മാളുകൾ ഇരിക്കുന്ന സ്ഥലവും അതിൻ്റെ സമീപത്ത് അക്കാലത്തുണ്ടായിരുന്ന പഴഞ്ചൻ കെട്ടിടങ്ങളിരുന്ന സ്ഥലവും എല്ലാം വാങ്ങിയെടുത്തിട്ട്
അവിടെ മനോഹരമായ ഒരു പാർക്ക് പണിതു, ഒരു ഉദ്യാനം പണിതു. അതിനകത്ത് തടാകങ്ങൾ രൂപപ്പെടുത്തി, ഫിഷ് പോണ്ടുകൾ, റെസ്റ്റോറൻറ്റുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, മുളങ്കാടുകൾ ഇതെല്ലാം സൃഷ്ടിച്ചു. ഈ ഗ്രീൻ ബെൽറ്റ് പാർക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ കണ്ടു എന്ന് നിങ്ങൾ ആ വിഷ്വൽസ് തന്നെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. എൻ്റെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എൻ്റെ ശബ്ദത്തിലൂടെ വിവരണം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എത്ര മനോഹരമായിരുന്നു അതെന്ന് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ പറ്റും. ഈ പ്രദേശമൊക്കെ ഡെവലപ്പ് ചെയ്തത് ഈ ഗ്രീൻ ബെൽറ്റ് എന്ന് പറയുന്ന മാൾ കമ്പനിയാണ്. പക്ഷേ സാധാരണക്കാർക്കും അതിസാധാരണക്കാർക്കും ഒക്കെ ഇവിടെ വന്ന് എല്ലാ സൗകര്യങ്ങളും ആസ്വദിക്കാം. ഈ മാളിൻ്റെ ഈ ഉദ്യാനത്തിനകത്ത് ഒരു ചെറിയ കയറ്റം കയറി ചെല്ലുമ്പം അവിടെ ഒരു പള്ളിയുണ്ട്, ഒരു ചാപ്പലുണ്ട്, ഒരു തുറന്ന ചാപ്പൽ. അതിൻ്റെ വാസ്തുവിദ്യ ശൈലി പോലും അതീവ ഹൃദ്യമാണ്. അതിനുള്ളിലേക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം. അതിനകത്തിരുന്ന് ധ്യാനിക്കാം. ശാന്തസുന്ദരമായ സ്ഥലം. പകൽ സമയത്തും വൈകുന്നേരങ്ങളിലും ഒക്കെ ധാരാളം ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു, വെറുതെ ഇരിക്കുന്നു, വിശ്രമിക്കുന്നു. ഈ ചാപ്പലിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പം ഈ ചാപ്പലിൻ്റെ വാതിൽക്കൽ തന്നെ കാണുന്നത് ഒരു മദ്യശാലയാണ്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ കേരളത്തിലെ രീതികളും നിയമങ്ങളും ചിന്തകളും വിശ്വാസങ്ങളും വെച്ചിട്ട്? അവിടെ ഒരു മദ്യശാലയുണ്ട്. അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ ഒരു ഫിഷ് പൂളുണ്ട്. മീനിങ്ങനെ നീന്തി തുടിക്കുന്ന സുന്ദരമായ ഒരു ജലാശയം. ഈ ജലാശയത്തിൻ്റെ തീരങ്ങളിൽ നമുക്ക് പോയിരിക്കാം. ആ ജലാശയത്തിന് കുറുകെയുള്ള പാലത്തിലൂടെ നടക്കാം. ഒരു ഷോപ്പിംഗ് മാളുകാർ അവരുടെ പരിസര പ്രദേശങ്ങൾ, തെരുവോരങ്ങൾ, വെറുതെ കിടന്ന വൃത്തിഹീനമായി കിടന്ന പ്രദേശങ്ങൾ ഒക്കെ നവീകരിച്ച് സമൂഹത്തിന് ഏറ്റവും പ്രയോജനകരമായ ഉന്മേഷം നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രദേശമാക്കി രൂപപ്പെടുത്തി എന്നുള്ളത് എത്ര അഭിനന്ദനാർഹമായ കാര്യമാണ്. ഫുട്പാത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ നമ്മളൊരു മുളങ്കാട്ടിലൂടെ നടക്കുകയാണെന്ന് നമുക്ക് തോന്നുള്ളൂ. അതുപോലെ വൃക്ഷലതാദികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശം, ഒരു ഉദ്യാനം, അതിലൂടെ നടക്കുകയാണ്. ഞാനങ്ങനെ ചിന്തിക്കുകയായിരുന്നേ, നമ്മളുടെ കൊച്ചിയിലും എത്രയോ വലിയ പ്രസ്ഥാനങ്ങളുണ്ട്, വലിയ മാളുകളുണ്ട്, 5 സ്റ്റാർ ഹോട്ടലുകളുണ്ട്. ഇവരെയെല്ലാം ചേർത്തുകൊണ്ട് അവരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് നഗരത്തിൻ്റെ കുറേ ഭാഗങ്ങളെയെങ്കിലും നമുക്കിങ്ങനെ സുന്ദരമാക്കിക്കൂടെ? ഫിലിപ്പീൻസിലെ മനിലയിലെ ഈ ഒരു നഗരഭാഗത്തെ പോലെ ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയെങ്കിലും നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ? ഇത്രയേറെ പ്രതിഭാശാലികളെന്ന് അഹങ്കരിക്കുന്ന ആളുകൾ ഭരിക്കുന്ന കോർപ്പറേഷനുകൾ നമുക്കില്ലേ? അവിടെ ഏതെങ്കിലും ഒരു കോർപ്പറേഷനിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു 1/2 സ്ക്വയർ കിലോമീറ്ററെങ്കിലും ഈ മട്ടിൽ നമുക്കൊന്ന് രൂപപ്പെടുത്താൻ കഴിയില്ലേ? സത്യസന്ധമായ രീതിയിൽ അതിന് നേതൃത്വം കൊടുത്താൽ എത്രയോ വ്യവസായികൾ ഇതിന് സന്നദ്ധരായിട്ട് വരും. ഏതെങ്കിലും ഒരു വ്യവസായി അവരുടെ സ്ഥാപനത്തിൻ്റെ മുൻഭാഗത്തെ റോഡ് വൃത്തിയായി കിടക്കട്ടെ എന്ന് കരുതി ഫുട്പാത്ത് ടൈൽസ് ഇട്ടാൽ കയ്യേറ്റമാണെന്ന് പറഞ്ഞ് മാന്തി പൊളിക്കുന്ന സംസ്കാരവും അതിന് കൈയടിക്കുന്ന ജനങ്ങളുള്ളൊരു നാടുമാണ് നമ്മുടെ എന്നുള്ളത് ഞാൻ വിസ്മരിക്കുകയല്ല. ഈ ഗ്രീൻ ബെൽറ്റിൻ്റെ പല ഭാഗങ്ങളിലൂടെ നടന്നിട്ടും കൊതി തീരാതെ, പകർത്തിയെടുത്തിട്ടും ആവേശം തീരാതെ ഞാൻ ചിത്രീകരിച്ചുകൊണ്ടിരുന്നു. ഒരു നഗരത്തെ നമുക്ക് മനസ്സ് വെച്ചാൽ എങ്ങനെ രൂപാന്തരപ്പെടുത്താം എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. 2007 മാത്രമാണ് ഇങ്ങനൊരു മാറ്റത്തിന് ഈ പ്രദേശത്തെ തുടക്കം കുറിച്ചത്. അതുവരെ ചേരിപ്പുരകൾ നിറഞ്ഞ, വൃത്തികെട്ട കെട്ടിടങ്ങൾ നിറഞ്ഞ, ഓടകളുണ്ടായിരുന്ന, കൊതുക് നിറഞ്ഞൊഴുകിയിരുന്ന നിരവധി പ്രദേശങ്ങളിലൂടെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ 2007 ഇച്ഛാശക്തിയോടെ ഒരു സ്വകാര്യ പ്രസ്ഥാനം മുന്നോട്ട് വന്നപ്പോൾ കോർപ്പറേഷനും ജനങ്ങളും ഒക്കെ പിന്തുണ കൊടുത്ത് കൂടെ നിന്നു. അവരൊരു അത്ഭുത പ്രദേശമായിട്ട് ഇതിനെ മാറ്റിക്കൊടുത്തു. ഈ മക്കാത്തി ഏരിയയിൽ നിന്ന് ഞാൻ താമസിക്കുന്ന റോക്സാസ് ബുളവാർഡിലേക്ക് എത്തണമെങ്കിൽ കനത്ത ട്രാഫിക്കാണെന്ന് രാവിലെ അവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഉള്ള നേരത്തെ മടങ്ങാൻ തീരുമാനിച്ചു. ഒരു ടാക്സി വിളിച്ചു. ഏതാണ്ട് 2 മണിക്കൂർ എടുത്തു എനിക്ക് ഹോട്ടലിലെത്തുമ്പോഴത്തേക്കും രാത്രി ഒരു 10 മണി കഴിഞ്ഞിരുന്നു. ഇനി പെട്ടെന്നൊന്ന് ഉറങ്ങണം. എനിക്ക് രാവിലെ പുലർച്ചെ ഒരു 3:30 എയർപോർട്ടിലേക്ക് പോകണം. സെബു എന്ന മറ്റൊരു ദ്വീപിലേക്ക് നാളെ രാവിലെ യാത്രയാവണം. അങ്ങനെ കിടന്നുറങ്ങി. രാവിലെ 3 മണിക്ക് ഉണർന്നു. 3:30 റെഡിയായി റിസപ്ഷനിലേക്ക് എത്തി. റിസപ്ഷനിസ്റ്റ് അപ്പോഴത്തേക്ക് ഒരു ടാക്സിയെ അറേഞ്ച് ചെയ്തിരുന്നു. ഞാൻ ആ ടാക്സിയിൽ കയറി നേരെ എയർപോർട്ടിലേക്ക് പോകണം. എനിക്ക് എയർ ഏഷ്യ വിമാനത്തിലാണ് ഇനി സെബുവിലേക്ക് പോകേണ്ടത്. എയർ ഏഷ്യ ശരിക്കും ഒരു ഇൻ്റർനാഷണൽ എയർലൈനാണ്. ഞാൻ ഈ ടിക്കറ്റ് എടുത്ത് നോക്കി ഏത് ടെർമിനലിലാണ്. മനില ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ 3 ടെർമിനലുകളുണ്ട്. അപ്പോൾ ഈ ടിക്കറ്റിനകത്ത് ഏത് ടെർമിനലാണെന്ന് എഴുതിയിട്ടില്ല. ഞാൻ ഈ ടാക്സി ഡ്രൈവറോട് ചോദിച്ചു, എയർ ഏഷ്യ വിമാനം ഏത് ടെർമിനലാണ് വരുന്നത്? അപ്പോൾ അദ്ദേഹം സംശയമില്ലാതെ പറഞ്ഞു ടെർമിനൽ 3. കാരണം എയർ ഏഷ്യ ഒരു ഇൻ്റർനാഷണൽ എയർലൈനാണ്. ഇൻ്റർനാഷണൽ എയർലൈനുകളെല്ലാം വരുന്നത് ടെർമിനൽ 3യിലാണ്. പക്ഷേ ഞാൻ ചോദിച്ചു, എനിക്ക് പോകേണ്ടത് സെബുവിലേക്കാണ്. സെബു ഫിലിപ്പീൻസിലെ തന്നെ ഒരു ദ്വീപാണ്. അപ്പോൾ അതൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയിരിക്കില്ലേ? ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ ഏത് ടെർമിനലാണ് വരുന്നത്? ഫിലിപ്പൈൻസ് എയർലൈൻസിൻ്റെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളാണെങ്കിൽ അതെല്ലാം ടെർമിനൽ 1ലും 2ൽ നിന്നാണ്. ഫിലിപ്പൈൻസ് എയർലൈൻസിൻ്റെ വിമാനങ്ങൾ മാത്രമാണ് ടെർമിനൽ 1ലും 2ലും വരുന്നത്. അയാൾക്കത് ഉറപ്പാണല്ലോ? ഉറപ്പാണ്. പുലർച്ചെ 4:50
എനിക്ക് സെബുവിലേക്കുള്ള ഫ്ലൈറ്റ്. ടാക്സിക്കാരൻ ഈ ടെർമിനൽ 3 എന്നെ ഇറക്കി വിടുമ്പോൾ തന്നെ സമയം ഏതാണ്ട് 3:45. അപ്പം ഞാൻ തിരക്കിട്ടാണ് ഇതിനകത്തേക്ക് ചെല്ലുന്നത്. ഇത്തിരി നേരത്തെ വരാമെന്ന് എനിക്ക് തോന്നി. ഇതൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്തിരി റിലാക്സ്ഡ് ആയിട്ട് വന്നത്. എയർ ഏഷ്യയുടെ കൗണ്ടറുകളുണ്ട്. അതൊരു കൗണ്ടറിൽ ചെന്നപ്പോൾ ഇവർ പറഞ്ഞു, ഈ ഫ്ലൈറ്റ് പുറപ്പെടുന്നത് ടെർമിനൽ 1 നിന്നാണ്, ഇവിടുന്നല്ല. ഇവിടുന്ന് പുറപ്പെടുന്ന ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. ടാക്സി ഡ്രൈവർ പറ്റിച്ചിരിക്കുന്നു. അയാളുടെ അറിവില്ലായ്മ കൊണ്ട് ഇതാ ഞാൻ വലിയ പ്രശ്നത്തിലായിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് വാച്ചേ നോക്കി. ഇനി കഷ്ടിച്ച് 1 മണിക്കൂറേ ഉള്ളൂ സമയം. ഇനി ടെർമിനൽ 1 എത്തണം. ഞാൻ ചോദിച്ചു, ടെർമിനൽ 1 എത്ര ദൂരമുണ്ട്? ഒരു 1.5-2 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ടൗണിനകത്തോടെ നിന്ന് പോകണം. ഏതായാലും നിങ്ങൾ പെട്ടെന്ന് പോകാൻ നോക്കൂ, അവിടുത്തെ ജീവനക്കാരി പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പുറത്ത് ചാടുമ്പോൾ ഒരു പ്രശ്നം, നമ്മൾ നിൽക്കുന്നത് ഡിപ്പാർച്ചർ ടെർമിനലിലാണ്. അപ്പോൾ അവിടെ ടാക്സികൾ കിട്ടാനില്ല. അപ്പോൾ അറൈവൽ ടെർമിനലിൽ ചെന്നാലേ ടാക്സികൾ കിട്ടുള്ളൂ. അങ്ങോട്ട് എവിടെ പോകണം? പലരോടും ചോദിച്ചു, അവർക്കൊന്നും അറിയില്ല. ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, അയാൾ ഏതൊക്കെയോ വഴി പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഈ ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പലതും പകുതി മനസ്സിലാവില്ലല്ലോ. ഒടുവിൽ ഒരു യാത്രക്കാരനെ കൊണ്ടുവന്ന് ഇറങ്ങിയിട്ട് ഒരു ടാക്സി പോകാൻ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മുമ്പിലേക്ക് ചാടി വീണു. മുമ്പിൽ നിന്നു. അങ്ങനെ ഇതെന്താ സംഭവം എന്നറിയാതെ അന്തം വിട്ട അയാൾ എന്നെ നോക്കി. ഞാൻ ചെന്ന് പറഞ്ഞു, പ്ലീസ് എന്നെ ടെർമിനൽ 1 എത്തിക്കണം, പെട്ടെന്ന് എത്തിക്കണം, സമയം പോകുന്നു, എൻ്റെ ടെർമിനൽ തെറ്റിപ്പോയതാണ്, പ്ലീസ്. ഞാൻ 2-3 തവണ പ്ലീസ് പറഞ്ഞു. അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഒടുവിൽ അയാൾ പറഞ്ഞു, കയറാൻ പറഞ്ഞു. ഞാൻ അതിനകത്ത് കയറി. എന്നിട്ടാണ് അയാൾ ചോദിക്കുന്നത് എവിടേക്കാണ് പോകണ്ടേ, എങ്ങോട്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ടെർമിനൽ 1. അയാൾ ഏതൊക്കെയോ ഭാഗത്തോട് ഓടുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി സ്പീഡ് പോരാ, ഈ വണ്ടിയുടെ സ്പീഡ് പോരാ. ഞാൻ പറഞ്ഞു സ്പീഡ്. ഞാൻ വാച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് 5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിക്കണമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ അയാൾ തലകുലിക്കുന്നു. ഇയാൾ ഏതൊക്കെയോ ഇടവഴികളിലൂടെ ചാടി ഏതോ ഇടത്തെരുവുകളൊക്കെ കടന്ന് ഏതായാലും 6-7 മിനിറ്റ് കൊണ്ട് ടെർമിനൽ 1 മുമ്പിൽ കൊണ്ടുപോയി നിർത്തുന്നു. അപ്പോഴത്തേക്കും സമയം 4:15 ഇനി വിമാനം പുറപ്പെടാൻ ഏതാണ്ട് 30-35 മിനിറ്റ് കൂടിയേ ഉള്ളൂ. എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് ആ വിമാനം കിട്ടാൻ പോകുന്നില്ല. കാരണം ചെക്ക് ഇൻ കൗണ്ടറുകൾ 40 മിനിറ്റെങ്കിലും മുമ്പേ ക്ലോസ് ചെയ്യും. ഗേറ്റുകൾ ഒരു 30 മിനിറ്റ് മുമ്പ് തന്നെ ക്ലോസ് ചെയ്യും. ഞാൻ ഓടി അകത്തേക്ക് ചെന്നു. അകത്ത് ചെല്ലുമ്പോൾ എയർ ഏഷ്യയുടെ ഏതാനും കൗണ്ടറുകളുണ്ട്. അതിലൊന്നും ആളില്ല. ഒരറ്റത്ത് 2-3 ഉദ്യോഗസ്ഥർ അവിടെ ഇരിപ്പുണ്ട്. അവർ കഥയൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുക. ഞാൻ ഓടി അവരുടെ അടുത്ത് ചെന്നു. എൻ്റെ കയ്യിൽ സെബുവിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റാണ്, ദയവ് ചെയ്ത് എനിക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള സൗകര്യം എടുക്കണം. അവർ വാച്ച് നോക്കിയിട്ട് പറഞ്ഞു, സെബുവിലേക്കുള്ള ദാറ്റ് ഈസ് ക്ലോസ്ഡ്. ഞാൻ പറഞ്ഞു, അല്ല, എൻ്റെ ടാക്സിക്കാരനെ ഒരു അബദ്ധം പറ്റിയതാണ്. എന്നെ ടെർമിനൽ 3 കൊണ്ടുപോയാക്കി. അവിടെ നിന്ന് ഞാൻ തിരിച്ചിവിടെ വരുന്നതാണ്. എനിക്ക് പോയേ പറ്റൂ, പ്ലീസ്. അപ്പോൾ അവർ വാച്ചിലൊക്കെ നോക്കി. അടുത്ത കൗണ്ടറിൽ ചെന്നു, കമ്പ്യൂട്ടർ ഓൺ ചെയ്തു, എന്തൊക്കെയോ ചെയ്തു, ആരെയൊക്കെയോ വിളിച്ച് ചോദിച്ചു. ഒടുവിൽ എനിക്ക് എൻ്റെ ബോർഡിംഗ് പാസ് എടുത്തു തന്നു. അപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ഗേറ്റ് അടയ്ക്കും, ഉറപ്പില്ല കയറ്റിപ്പിടുമെന്ന്. ഉടനെ ഞാൻ ഓടി സെക്യൂരിറ്റി പരിശോധനയുണ്ട്. സെക്യൂരിറ്റി പരിശോധനയ്ക്ക് കുറേ ആളുകളുടെ ക്യൂ ഉണ്ട്. ഞാൻ അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, എൻ്റെ ഫ്ലൈറ്റ് പുറപ്പെടാറായിരിക്കുന്നു, പ്ലീസ് എന്നെ മുമ്പിലേക്ക് ഒന്ന് കയറ്റിവിടൂ. ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ കനിവ് കാണിച്ചു, കയറി വരാൻ പറഞ്ഞു. അങ്ങനെ എന്നെ സെക്യൂരിറ്റി പരിശോധന കഴിഞ്ഞ് കടത്തിവിട്ടു. ഞാൻ ഓടി ചെല്ലുമ്പോൾ ആ ഗേറ്റിൽ ഒരാളുമില്ല. എയർ ഏഷ്യയുടെ 1-2 ഉദ്യോഗസ്ഥർ മാത്രം ആ ഗേറ്റിങ്ങിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ഓടിച്ചെന്ന് അവരുടെ കയ്യിലേക്ക് ഈ ബോർഡിംഗ് പാസ് കൊടുത്തു. നിങ്ങൾ വല്ലാതെ ലേറ്റായി പോയിരിക്കുന്നല്ലോ, ഏതായാലും ഭാഗ്യമുണ്ട്, വാതിലടച്ചില്ല, പെട്ടെന്ന് ഓടൂ. ഞാൻ ഓടി അകത്തേക്ക് ചെല്ലുമ്പോൾ അവസാനത്തെ യാത്രക്കാരനായിട്ട് വാതിലടയ്ക്കാൻ കാത്തു നിൽക്കുന്ന വിമാനത്തിനുള്ളിലേക്ക് ഞാൻ ഓടിച്ചെന്ന് കയറുകയാണ്. ഞാൻ ചെന്നതേ വാതിലടഞ്ഞു. വിമാനം ടേക്ക് ഓഫ് ചെയ്തു. വിമാനം പറന്നു. ഇനി 1 മണിക്കൂറിലേറെ പറക്കാനുണ്ട്. ഞാൻ പയ്യെ സീറ്റിൽ ചാരിക്കിടന്നൊന്ന് മയങ്ങി. ഉറക്കം ഉണരുമ്പോഴത്തേക്കും വിമാനം ലാൻഡ് ചെയ്യാൻ പോകണമെന്നുള്ള അറിയിപ്പാണ്. വിമാനം ലാൻഡ് ചെയ്യാൻ ഒരുങ്ങി. സെബു പ്രൊവിൻസിൽ പല ദ്വീപുകളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപ് സെബു ആണ്. അതിനടുത്ത് തന്നെയുള്ളൊരു ദ്വീപാണ് മക്താൻ. ഈ മക്താൻ ദ്വീപിലാണ് ഇപ്പോഴത്തെ പുതിയ എയർപോർട്ട്. ആദ്യകാലത്ത് സെബുവിലായിരുന്നു എയർപോർട്ട്. ഈ മക്താൻ സെബു എയർപോർട്ട് എന്നാണ് ഇപ്പോൾ ഈ എയർപോർട്ട് അറിയപ്പെടുന്നത് തന്നെ. അവിടെ പോയി വിമാനം ലാൻഡ് ചെയ്യുന്നു. നേരം പരപരാ വെളുത്ത് വരുന്നതേ ഉള്ളൂ. അവിടെ എനിക്ക് കാണാം പുതിയൊരു വിമാന ടെർമിനലിൻ്റെ പണി നടക്കുന്നു. ആ വിമാനത്താവളം നിർമ്മിക്കുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയായിരുന്നു അക്കാലത്ത്, GMR എന്ന് പറയുന്ന ഗ്രൂപ്പ്. അവരതിഗംഭീരമായൊരു വിമാനത്താവളം പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ ബാക്ക് പാക്ക് ലഗേജൊക്കെ ആയി പുറത്തേക്ക് നടന്നു. അവിടെ ചെല്ലുമ്പം 2 ക്യൂ, ടാക്സി കിട്ടാൻ വേണ്ടിയുള്ള ക്യൂകളാണ്. ഒരു ക്യൂവിൽ നീളെ കൂടുതലുണ്ട്, ആളുകൾ കൂടുതലുണ്ട്. മറ്റേ ക്യൂവിൽ ആൾ കുറവാണ്. അത് മഞ്ഞ ടാക്സികൾ കിട്ടുന്നതാണ്. ക്യൂ നീളം കൂടുതലുള്ളത് വെള്ള ടാക്സികളാണ്. ഇതെന്താ വ്യത്യാസം എന്ന് ഞാൻ ആളോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, വെള്ള ടാക്സിക്ക് മറ്റേതിൻ്റെ ഏതാണ്ട് പകുതി നിരക്കേ ഉള്ളൂ, മഞ്ഞ ടാക്സിക്ക് നിരക്ക് കൂടും. ഞാൻ ചോദിച്ചു, എന്താ അതിൻ്റെ കാരണം? എന്തെങ്കിലും പ്രത്യേക ഫെസിലിറ്റി ഉണ്ടോ മഞ്ഞ ടാക്സി? അവർക്ക് ആർക്കും അറിയില്ല. ഇനി എനിക്കിഷ്ടം പോലെ സമയമുണ്ട്, അതുകൊണ്ട് നീണ്ട ക്യൂവിൻ്റെ പുറകിൽ തന്നെ ഞാൻ പോയി നിന്നു. വെള്ള ടാക്സി ഒന്ന് പിടിച്ചു. ഏതാണ്ട് 1/2 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു എന്ന് മാത്രം. പിന്നെ നമ്മൾ മക്താൻ എന്ന ദ്വീപിലൂടെ യാത്ര തുടങ്ങുകയാണ്. ഈ മക്താൻ ദ്വീപ് ടൂറിസത്തിൻ്റെ ഒരു ദ്വീപാണ്. സെബു പ്രദേശമാണ് ഫിലിപ്പൈൻസിൻ്റെ ടൂറിസം മർമ്മ കേന്ദ്രം.
അവിടെ നിരവധി നൂറുകണക്കിന് ഹോട്ടലുകളും റിസോർട്ടുകളും എൻ്റർടൈൻമെൻറ്റ് കേന്ദ്രങ്ങളും റെസ്റ്റോറൻറ്റുകളും മസാജ് പാർലറുകളും എല്ലാമുള്ള അതിഗംഭീരമായൊരു ദ്വീപാണ്. ആ ഒരു ദ്വീപ് മാത്രമല്ല, ഈ മക്താനും സെബുവും അതിൻ്റെ പരിസരത്തെ പല ദ്വീപുകളും ടൂറിസ്റ്റുകളെ കൊണ്ട് നിറയുന്ന പ്രദേശങ്ങളാണ്. തായ്ലൻഡിലെ പട്ടയ പോലെ ഫുക്കറ്റ് പോലെ ഒക്കെ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറയുന്ന പ്രദേശമാണ് ഇവിടെ. എനിക്ക് ചെല്ലേണ്ടത് EGI റിസോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ്. EGI റിസോർട്ടിലാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ EGI റിസോർട്ടിൽ പൊതുവേ റേറ്റ് വളരെ കുറവാണ്, പക്ഷേ ധാരാളം മുറികളുള്ള വലിയൊരു റിസോർട്ടാണെന്ന് ഞാൻ ഇൻ്റർനെറ്റിൽ കൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉൾനാടുകളിലൂടെ ഈ തീരപ്രദേശങ്ങളിലൂടെ കടൽ തീരത്തുകൂടെ ഒക്കെ ഓടി EGI റിസോർട്ടിലേക്ക് ചെല്ലുകയാണ്. EGI റിസോർട്ട് വലിയൊരു പ്രോപ്പർട്ടിയാണ്, വലിയൊരു പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു റിസോർട്ട്. അത് ഏതാണ്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് പോലെ ഇരിക്കുന്നത്. വലിയൊരു പ്രദേശത്ത് കോട്ടേജുകൾ പണിതിരിക്കുന്നത് പോലത്തെ ഒരു റിസോർട്ടല്ലത്. ഒരു ഫ്ലാറ്റ് സമുച്ചയം പോലെ, അപ്പാർട്ട്മെൻറ്റ് സമുച്ചയം പോലെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന 3-4 കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സാണ്. വളരെ വിസ്തൃതമായൊരു ഭൂമിയും അവർക്കുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ പിൻഭാഗം മനോഹരമായ ഉദ്യാനങ്ങൾ, സ്വിമ്മിംഗ് പൂളുകൾ, ബാറുകൾ, റെസ്റ്റോറൻറ്റുകൾ. അതിലൂടെ വീണ്ടും മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ കടൽത്തീരത്തേക്ക് എത്തുകയാണ്. കടൽത്തീരമാണ് ഇതിൻ്റെ പിൻഭാഗം, മനോഹരമായ ബീച്ച്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ റിസപ്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ റിസപ്ഷനിസ്റ്റ് പയ്യെ എന്നെ നോക്കി, എന്താ ഇപ്പോൾ വരാൻ കാര്യം എന്നുള്ള മട്ടിൽ. സാധാരണ ഇത്തരം ഹോട്ടലുകളിലൊക്കെ ടൂറിസ്റ്റുകൾക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ കയറി വരുന്ന സമയം ഉച്ച സമയമാണ്. ഒരു 12:30 കഴിഞ്ഞ് അല്ലെങ്കിൽ 1 മണിക്കോ 2 മണിക്കോ ഒക്കെ ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് റിസോർട്ടുകളിൽ ചെക്ക് ഇൻ നടത്താൻ കഴിയുള്ളൂ. നമ്മൾ ഒരു 12 മണിക്ക് മുമ്പ് ചെക്കൗട്ട് ചെയ്യുകയും വേണം. അവിടെ താമസിക്കുന്ന ഗസ്റ്റുകൾ 12 മണിക്ക് മുമ്പ് ഒഴിവാകണം. ഞാൻ ഈ രാവിലെ 7 മണിക്ക് കയറി ചെല്ലുമ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുന്ന സമയമല്ല. ഒരു 2 മണി വരെ കാത്തു നിന്നെങ്കിൽ ഇനി ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇങ്ങനൊരു ടെലിവിഷൻ ട്രാവലോഗ് ചെയ്യുകയാണ്, എനിക്ക് മക്താൻ്റെയും സെബുവിൻ്റെയും കാഴ്ചകൾ ആളുകളെ കാണിക്കണം. അതുകൊണ്ടാണ് രാത്രിയുള്ള ഫ്ലൈറ്റിന് തന്നെ വന്നത്. രാത്രി തീരെ ഉറങ്ങാതെ ഞാൻ കഷ്ടപ്പെട്ട് വന്നത് നിങ്ങളുടെ ഈ നാടിനെ പകർത്തിയെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദയവായി ഏതെങ്കിലും മുറി ഫ്രീ ഉണ്ടെങ്കിൽ, എനിക്ക് ഏതെങ്കിലും ചെക്കൗട്ട് ചെയ്ത ഗസ്റ്റ് നേരത്തെ പോയിട്ടുള്ള ഏതെങ്കിലും മുറി ഉണ്ടെങ്കിൽ എനിക്ക് ആ മുറി ഒന്ന് അനുവദിച്ച് തരാൻ പറ്റുമോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഈ ലഗേജ് ഇവിടെ വെച്ചോളാം, എന്നിട്ട് നഗരമൊക്കെ കണ്ടിട്ട് ഉച്ച കഴിഞ്ഞ് വരാം. അപ്പോൾ ആ റിസപ്ഷനിസ്റ്റ് രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ പറഞ്ഞു, ഒരു മുറിയുണ്ട്, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ അത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി തരും. ഞാൻ കാത്തിരുന്നു. 7:30 കഴിഞ്ഞപ്പോഴത്തേക്കും മുറി റെഡിയാണെന്ന് പറഞ്ഞു. 5-ാം നിലയിലെ 505-ാം നമ്പർ മുറിയിലേക്ക് ഞാൻ കയറി ചെന്നു. വലിയൊരു മുറിയാണ്. ഒരു ഭാഗത്ത് ഒരു കിച്ചണറ്റുണ്ട്, ചെറിയൊരു അടുക്കള, വേണമെങ്കിൽ പാചകമൊക്കെ ചെയ്യാം. അതായത് ഫാമിലിയായിട്ട് അന്യനാടുകളിൽ നിന്ന് വന്ന് താമസിക്കുന്നവർക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലം. നിരക്കും പൊതുവേ കുറവാണ്, താരതമ്യേന കുറവാണ്. 4500 രൂപയാണ് ഒരു രാത്രിയുടെ നിരക്ക്. അത് ഇത്തരം സ്ഥലങ്ങളിലെ വലിയ ഹോട്ടലുകളുടെ നിരക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. 12,000, 15,000, 20,000, 25,000 ഒക്കെയാണ് ഒരു രാത്രിക്ക് അവിടുത്തെ നല്ല ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഒക്കെയുള്ള നിരക്ക്. ഞാൻ അവിടെ ലഗേജൊക്കെ വെച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ താഴെ എത്തി. ഇന്ന് ഉച്ച കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തിരിച്ച് റിസോർട്ടിൽ വരണം, ഈ പരിസര പ്രദേശങ്ങളിലെ കാഴ്ചകളിലേക്ക് പോകണം. എന്നാൽ അതിനു മുമ്പ് സെബു നഗരവും അവിടെ ചില ചരിത്ര സ്ഥലങ്ങളുണ്ട്, ഇതൊക്കെ ഒന്ന് കാണണം. ഞാൻ റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞു എനിക്കൊരു ടാക്സി വേണം. അപ്പോൾ അവർ പറഞ്ഞു ഒരു അരമണിക്കൂർ എടുക്കും, കാരണം ഞങ്ങളുടെ ടാക്സി സർവീസ് കുറച്ച് അകലെയാണ്, ഞങ്ങൾക്ക് റെഗുലറായിട്ട് ഓടുന്ന പാർട്ടികളുണ്ട്, അവരെ വിളിച്ച് വരുത്താം, ഇത്രയാണ് പൈസ. ഞാൻ പറഞ്ഞു റെഡി. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വണ്ടി വരും, നിങ്ങളോട് വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ക്യാമറയായിട്ട് പുറകിലേക്ക് നടന്നു. ഈ ഹോട്ടൽ കോംപ്ലക്സിൻ്റെ പിൻഭാഗത്തേക്ക് അതിമനോഹരമായി ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ്. അതിമനോഹരങ്ങളായ റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, പാർട്ടി ഏരിയകൾ, മനോഹരമായ പൂളുകൾ, പുൽമേടുകൾ. ഇത് നടന്ന് നമ്മൾ എത്തുന്നത് കടൽ തീരത്തേക്കാണ്. കടൽ തീരത്ത് ഇപ്പോൾ ലോ ടൈഡാണ്, വലിയ ഇറക്കമാണ്. അതുകൊണ്ട് തന്നെ അടിത്തട്ടിലെ പാറകളൊക്കെ തെളിഞ്ഞു നിൽക്കുന്നു. ഉച്ച കഴിയുമ്പോഴത്തേക്കും വേലിയേറ്റം തുടങ്ങുമെന്ന് അവിടെ ഒരു ജീവനക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഉച്ച കഴിഞ്ഞായിരിക്കും കുറേയും കൂടെ രസകരം. ആളുകളെല്ലാം ഈ ബീച്ചിലേക്ക് ഇറങ്ങും, ആഘോഷത്തിൻ്റെ ഒരു സമയമായിട്ട് അത് മാറും. അതിഗംഭീരമായൊരു അനുഭവമായിരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ തിരിച്ച് റിസപ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും ടാക്സിക്കാരൻ എത്തിയിരിക്കുന്നു. ആ ടാക്സിക്കാറിലേക്ക് ചെന്ന് കയറുന്നു. സന്തോ എന്നാണ് പുള്ളിയുടെ പേര്. ഞാൻ പറഞ്ഞു എൻ്റെ പേരും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഞങ്ങൾ യാത്ര പുറപ്പെടുക. ആളൊരു രസികനാണ്. അങ്ങനെ ഓടി നമ്മൾ ആദ്യം എത്തുന്നത് സെബു പട്ടണത്തിലേക്ക് കയറുമ്പോൾ ഒരു ചെറിയ പള്ളിയുടെ സമയത്താണ്, ഒരു ചെറിയ ചാപ്പൽ. അപ്പോൾ സന്തോ പറഞ്ഞു ഇതൊരു ചരിത്ര സ്ഥലമാണ്, മഗല്ലൻസ് ക്രോസ് ഇതിനകത്താണ്. ഇവന് ഇംഗ്ലീഷ് അറിയാം കേട്ടോ, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, കാരണം സ്ഥിരം ടൂറിസ്റ്റുകളായിട്ട് പോകുന്നയാളാണല്ലോ. ഇവിടെ ഇറങ്ങാം. അപ്പോൾ വണ്ടി ഒരു സൈഡ് പാർക്ക് ചെയ്തു. വലിയൊരു മൈതാനത്തിൻ്റെ ഒരു അറ്റത്താണ് ഈ കുരിശുപള്ളി. ചെറിയൊരു പള്ളി, പഴയൊരു പള്ളിയാണെന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ എൻ്റെ അടുത്തേക്ക് ചെന്നു. ചുറ്റും അഴികൾ, ഇരുമ്പഴികൾ ഇട്ട ഒരു ചെറിയ പള്ളി. അതിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. ഈ അഴികൾക്കുള്ളിലൂടെ അകത്തൊരു മരക്കുരിശ് കാണാം. ഇത് 1521 ഫെർഡിനാൻഡ് മഗല്ലൻ ഇവിടെ വന്ന് സ്ഥാപിച്ചതാണത്രേ. അങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അവിടെ ധാരാളം തീർത്ഥാടകരെത്തുന്നുണ്ട്, വിശ്വാസികളെത്തുന്നുണ്ട്, ടൂറിസ്റ്റുകളെത്തുന്നുണ്ട്.
അവരൊക്കെ അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. വിശ്വാസികൾ ഈ അഴികളിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ ഒരു രസകരമായൊരു കാഴ്ചയുണ്ട്. ഒരു സ്ത്രീ കയ്യിൽ കുറേ മെഴുകുതിരികളും പിടിച്ചുകൊണ്ട് ഉറഞ്ഞു തുള്ളുകയാണ്. ഞാനത് ഷൂട്ട് ചെയ്തെടുത്തു. ഇതെന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഇങ്ങനെ കിടന്ന് തുള്ളുന്നു, എന്തൊക്കെയോ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിടുന്നു, ആകപ്പാടെ ഒരു വെളിച്ചപ്പാട് തുള്ളുന്ന പോലത്തെ ഒരു കാഴ്ചയാണ്. അത് കഴിഞ്ഞ് ഈ മെഴുകുതിരിയായിട്ട് വന്ന് ഈ ജനൽ വന്ന ഈ ഇരുമ്പഴികളുടെ അടുത്ത് വന്ന് അതിൽ മുട്ടിച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്തൊക്കെയോ ഉച്ചരിക്കുന്നു. ആ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നിശ്ചലമാകുമ്പോൾ ഒരാൾ വന്ന് ഇവരുടെ അടുത്തുനിന്ന് ഒരു മെഴുകുതിരി വാങ്ങുന്നു. ആ പൈസ കൊടുക്കുന്നു. ഇവർ ആ പൈസ മേടിക്കുന്നു. അടുത്തയാൾ വന്ന് വീണ്ടും മെഴുകുതിരി ആവശ്യപ്പെടുന്നു. അപ്പോൾ വീണ്ടും ഇവർ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങുന്നു. ഇവർക്ക് ഈ ഓരോ ഉറഞ്ഞു തുള്ളലും കഴിയുമ്പോൾ മെഴുകുതിരികൾ വിറ്റ് പോവുകയാണ്. എന്നാൽ വേറെ മെഴുകുതിരി കച്ചവടക്കാർ സ്ത്രീകൾ അവിടെ നിരന്നിരിപ്പുണ്ട്. അവർ ഉറഞ്ഞു തുള്ളുന്നില്ല, പക്ഷേ അവർക്ക് കച്ചവടം നടക്കുന്നില്ല. ഈ ഉറഞ്ഞു തുള്ളുന്ന ആളുടെ അടുത്ത് ഭയങ്കര കച്ചവടമാണ്. അതൊരു ബിസിനസ് ടെക്നിക്കാണ്. ഉറഞ്ഞു തുള്ളുമ്പോഴാണല്ലോ വിശ്വാസം കൂടുക ആളുകൾക്ക്. ഈ സെബു ഏരിയയിലെ നിരവധി ചരിത്ര സ്ഥലങ്ങളിലേക്ക്, കോട്ടകളിലേക്ക്, മനോഹരമായ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി. ഇതെല്ലാം സഞ്ചാരത്തിൽ വിശദമായി കാണിച്ചുകൊണ്ട് ഞാനത് പറയുന്നില്ല. ചൈനീസ് ക്ഷേത്രങ്ങളിലേക്ക് പോയി, പുരാതനമായ വീടുകളിലേക്ക് പോയി. യാപ് സാന്റിയാഗോ ആൻസിസ്റ്റർ ഹോം എന്ന് പറയുന്ന ഒരു പഴയ വീട് സന്ദർശിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചൈനയിൽ നിന്ന് കുടിയേറിയെത്തിയ ആളുകളുടെ വംശപരമ്പരപ്പെട്ടവർ താമസിക്കുന്നതാണ് അവിടെ. ഈ സ്പെയിൻകാർ വരുന്നതിനും 700 കൊല്ലങ്ങൾക്ക് മുമ്പ് ചൈനയിൽ നിന്ന് ആളുകൾ ചെറുവള്ളങ്ങളിൽ ഈ ഫിലിപ്പീനോ ദ്വീപുകളിലേക്ക് കുടിയേറി വന്നിരുന്നു. അവർ പിന്നീട് ചൈനീസ് ഫിലിപ്പീനോ മനുഷ്യരായിട്ട് അവിടെ താമസം തുടങ്ങി. സ്പെയിൻകാരുടെ വരവോടുകൂടി അവരൊക്കെ ക്രിസ്ത്യാനികളായി മാറി. അങ്ങനെയുള്ള ഒരു ഡോൺ യുവാനോ യാപ്പ് എന്ന് പറയുന്ന ഒരാളുടെ വീടാണ്. അദ്ദേഹമാണ് ഈ വീട് പണിയിച്ചത്. ആ വീട് അതിമനോഹരമായി സംരക്ഷിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തടി കൊണ്ടും കല്ലുകൊണ്ടും ഒക്കെ പണിത മനോഹരമായ വീട്. ഈ വീട് പ്രസക്തമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിനകം ഒരു മ്യൂസിയം പോലെയാണ്. നിരവധി ട്രഡീഷണൽ വസ്തുക്കൾ, പരമ്പരാഗത വസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വിളക്കുകൾ, പാത്രങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, ഫർണിച്ചറുകൾ, ഇതെല്ലാം വൃത്തിയായി സംരക്ഷിച്ചിരിക്കുന്നു. ഇത് കാണാൻ ഓരോ ദിവസവും നിരവധി ആളുകൾ വരുന്നു. ഇത് സർക്കാരിൻ്റെ സംരംഭമല്ല. ഒരു വ്യക്തി സ്വന്തം വീടിനെ, പുരാതനമായ വീടിനെ ഇങ്ങനെ ഒരുക്കി ഭംഗിയാക്കി വെച്ചപ്പോൾ അത് കാണാൻ ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ആ വരുന്നവരുടെ അടുത്ത് നിന്ന് തരക്കേടില്ലാത്ത ഫീസ് വാങ്ങിച്ച് ആളുകൾ അകത്തേക്ക് കയറി വരുന്നു. അതിനകത്ത് വേണേൽ ഭക്ഷണവും കിട്ടും. ഭക്ഷണം കിട്ടാത്തവരും ടിക്കറ്റ് എടുക്കണം. ഭക്ഷണത്തിന് വേറെ പൈസയും കൊടുക്കണം. ഏതായാലും വലിയൊരു ബിസിനസ്സായത് മാറിയിരിക്കുന്നു. ഞാനപ്പോൾ ചിന്തിച്ചത്, കേരളത്തിൽ പഴയ എത്രയോ 4 കെട്ടുകളും 8 കെട്ടുകളും ഇങ്ങനെ അന്യം നിന്ന് പോകുന്നുണ്ട്, തകർന്നു പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇതിനെയൊക്കെ അതിൻ്റെ അനന്തരാവകാശികൾക്ക് ഇത്തരത്തിൽ അല്പം ഭാവനയുണ്ടെങ്കിൽ, അല്പം കലാബോധമുണ്ടെങ്കിൽ അതൊരു ചരിത്ര സ്മാരകമാക്കി മാറ്റുകയും, ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം സാധ്യതകളിലൂടെ അതിനെ മാർക്കറ്റ് ചെയ്യാൻ കഴിയും. സോഷ്യൽ മീഡിയയുടെ സാധ്യതകളിലൂടെ അവിടെ വന്ന് ഒരു രാത്രി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാം. ഈ ചരിത്രാവശേഷിപ്പുകൾ മുഴുവൻ കാണാനുള്ള അവസരം ഒരുക്കാം. ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുവന്ന് ചില പെർഫോമൻസുകൾ അവിടെ നടത്താം. എന്തെല്ലാം സാധ്യതകളാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവിടെ നിന്നിറങ്ങി വീണ്ടും നമ്മൾ പല കാഴ്ചകളിലേക്ക് പോയി. പിന്നെ എത്തുന്നത് മക്താൻ ദ്വീപിലേക്ക് തിരികെ എത്തുകയാണ്. ഈ മക്താൻ ദ്വീപിലെ മക്താൻ ഷ്രൈൻ എന്നറിയപ്പെടുന്ന ഒരു ഭാഗത്തേക്ക് എത്തുന്നത്. അതിമനോഹരമായി ഒരുക്കിയിട്ടിരിക്കുന്നൊരു ഭാഗം. ധാരാളം തോരണങ്ങളും അലങ്കാരങ്ങളും കൊണ്ട് ഭംഗിയാക്കി ഒരുക്കിച്ചിരിക്കുന്നൊരു സ്ഥലം. അവിടെ വിശാലമായൊരു മൈതാനം, അതിനു ചുറ്റും നിരവധിയായ സുവനീർ ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, ചരിത്രമന്ദിരങ്ങൾ, അതിഗംഭീരമായ എടുപ്പുകൾ ഒക്കെ ആക്കി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ചരിത്ര സ്ഥലം. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവരുടെ ദേശീയ ബോധത്തിൻ്റെ ഒരു സ്മാരകമാണത്. കാരണമുണ്ട്. 1521 ഈ സ്ഥലത്ത് വെച്ചാണ് ഈ പ്രദേശത്തിൻ്റെ നാട്ടുരാജാവായിരുന്ന ലാപ്പു എന്ന മനുഷ്യൻ ഒരു വൈദേശികനെ ആദ്യമായി വധിച്ചത്. ആ വൈദേശികൻ്റെ പേര് ഫെർഡിനാൻഡ് മാഗല്ലൻ എന്നായിരുന്നു. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ആ മനുഷ്യൻ. ഫെർഡിനാൻഡ് മാഗല്ലൻ പോർച്ചുഗീസുകാരനായിരുന്നു. അയാൾക്ക് കടലെന്നും ഹരമായിരുന്നു. കടൽ യാത്രകൾ ഹരമായിരുന്നു. അയാൾ നന്നായി പഠിക്കുമായിരുന്നു. ജിയോഗ്രഫി പഠിക്കുമായിരുന്നു, മാപ്പ് പഠിക്കുമായിരുന്നു. അയാൾ പോർച്ചുഗീസ് രാജാവിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, സ്പൈസസിൻ്റെ, സുഗന്ധവ്യഞ്ജനങ്ങളുടെ ആ ഗംഭീരമായ ദ്വീപ് കിഴക്കൻ നാട്ടിലുണ്ട്. അവിടെ എത്തിപ്പെട്ടാൽ നമുക്ക് യഥേഷ്ടം സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഈ രാഷ്ട്രത്തിന് തന്നെ സമ്പന്നമാകാൻ കഴിയും. യൂറോപ്പിലാകെ സുഗന്ധവ്യഞ്ജനങ്ങൾ വിൽക്കുന്ന ഒരു രാഷ്ട്രമായി പോർച്ചുഗലിന് മാറാൻ കഴിയും. അതിന് നമ്മൾ കിഴക്കോട്ട് യാത്ര ചെയ്യേണ്ടതില്ല. ആ കിഴക്കേ നാട്ടിലെത്താൻ ഭൂമി ഉരുണ്ടതായതിനാൽ നമ്മൾ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്താൽ മതിയെന്ന് ഈ മനുഷ്യൻ പോർച്ചുഗലിലെ രാജാവിനോട് പറയുന്നു. ഏതായാലും രാജാവിനത് കൺവിൻസിങ് ആയില്ല. രാജാവും ഈ മഗല്ലനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു. ഒടുവിൽ പോർച്ചുഗലിൽ നിന്ന് മഗല്ലൻ സ്പെയിനിലെ രാജാവിനെ സമീപിക്കുന്നു. സ്പെയിനിലെ രാജാവിന് ഭ്രാന്തമായി ഈ ആശയത്തോട് അഭിനിവേശം തോന്നുന്നു, താല്പര്യം തോന്നുന്നു. പക്ഷേ വലിയ വിശ്വാസമൊന്നും ഇയാളിലില്ല. കിട്ടിയാൽ കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ രാജാവ് ചെറിയ പൈസയ്ക്ക് ഇയാളെ സ്പോൺസർ ചെയ്യാൻ നിൽക്കുന്നു. പഴഞ്ചൻ 5 കപ്പലുകൾ, ദ്രവിച്ച് തീരാറായ 5 കപ്പലുകളും
ആ കടൽ തീരത്തൂടെ അലഞ്ഞു നടന്നിരുന്ന 10-200 ആളുകളെയും ഈ മഗല്ലന് കൊടുക്കുന്നു. ഇവരുമായിട്ട് ഈ കപ്പലുമായിട്ട് നീ പോയി കണ്ടുപിടിച്ചിട്ട് വന്നാൽ നിനക്ക് പ്രതിഫലം തരുന്നതാണെന്ന് പറഞ്ഞു വിടുന്നു. സാഹസികനായ മഗല്ലൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. അപൂർവം ഏതാനും ആളുകൾ ഒഴികെ കടലറിയുന്ന ഒരാളും ആ സംഘത്തിലുണ്ടായിരുന്നില്ല. വെറും കുറേ തൊഴിലാളികളായി, പണിക്കാരായി, പിന്നെ കുറച്ച് തടവുപുള്ളികളെ കൂടെ കിട്ടിയവരുമായിട്ട് അദ്ദേഹം കടൽയാത്ര ആരംഭിക്കുകയാണ്. സ്പെയിനിൽ നിന്ന് പടിഞ്ഞാറോട്ട്, നമുക്കറിയാം അറ്റ്ലാന്റിക് സമുദ്രമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ദീർഘകാലത്തെ യാത്ര. അങ്ങനെ യാത്ര ചെയ്ത് തെക്കേ അമേരിക്കയുടെ തീരങ്ങളിലേക്ക് എത്തുന്നു. അപ്പോൾ തന്നെ ഈ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം മടുത്തു കഴിഞ്ഞു. മാസങ്ങളോളം കടൽ മാത്രം കാണുന്ന, ആർത്തരമ്പുന്ന കടൽ മാത്രം കാണുന്ന ആളുകൾക്ക് ആവേശം എല്ലാം കെട്ടുപോകുമല്ലോ കുറച്ച് ദിവസം കഴിയുമ്പോൾ. തെക്കേ അമേരിക്കയുടെ ആ മുനമ്പുകളിലൂടെ സഞ്ചരിക്കുന്നു. ഈ തെക്കേ അമേരിക്ക ക്രോസ് ചെയ്താൽ ശാന്തസമുദ്രത്തിലേക്ക്, പസഫിക്കിലേക്ക് എത്തുമെന്ന് ഈ മാപ്പിൽ നിന്ന് ഇയാൾക്കറിയാം. ആ പസഫിക്കിലൂടെ ദീർഘദൂരം യാത്ര ചെയ്താൽ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് എത്തുമെന്ന് ഇയാൾക്കറിയാം. പക്ഷേ എങ്ങനെ പസഫിക്കിലേക്ക് കടക്കും? തെക്കേ അമേരിക്ക ഇങ്ങനെ താഴോട്ട് നീണ്ടു കിടക്കുക. യാത്ര ചെയ്തിട്ടും എത്തുന്നില്ല. ഒടുവിൽ ഒരു ദിവസം ഇവർ ആ കടലിടുക്ക് കണ്ടുപിടിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് പസഫിക്കിലേക്ക് കടക്കുന്ന തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തെ ആ മുനമ്പ് ചുറ്റിയുള്ളൊരു പാത. ആ മുനമ്പ് ഇന്നറിയപ്പെടുന്നത് മഗല്ലൻ കടലിടുക്കെന്നാണ്. ആ മഗല്ലൻ കടലെടുക്ക് കഴിഞ്ഞ് പസഫിക്കിലേക്ക് കയറുന്നു. പസഫിക്കിൽ കയറിയതോടുകൂടി യാത്ര വീണ്ടും വിരസമാകുന്നു. ദീർഘയാത്ര, മാസങ്ങൾ നീണ്ട യാത്ര. ഈ യാത്രക്കിടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു, സംഘർഷങ്ങളുണ്ടാകുന്നു, ഏറ്റുമുട്ടലുകളുണ്ടാകുന്നു. അതിലൊരു കപ്പൽ ഞങ്ങളിനി യാത്ര തുടരുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു. മറ്റൊരു കപ്പൽ പവിഴപ്പുറ്റുകൾ ഇടിച്ച് തകരുന്നു. അവശേഷിക്കുന്ന 3 കപ്പലുകളുമായിട്ട് വീണ്ടും പ്രതീക്ഷയോടെ മഗല്ലൻ എന്ന സാഹസികൻ യാത്ര ചെയ്ത് ഒടുവിൽ ഈ സെബു ദ്വീപിലെത്തുകയാണ്. ഈ സെബു ദ്വീപിലെത്തുമ്പം സെബുവിലെ രാജാവുണ്ട്. അദ്ദേഹം ഹൃദ്യമായി ഇവരെ സ്വീകരിക്കുന്നു. സെബു ദ്വീപിലെ രാജാവിൻ്റെ പേര് ഹുമബോൺ എന്നായിരുന്നു. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ഹുമബോൺ രാജാവ് ചെയ്തു കൊടുക്കുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ, ഇവരുടെ അയൽ രാജ്യമായ മക്താനിലെ രാജാവുണ്ടല്ലോ, ലാപ്പു, അയാൾ പ്രശ്നക്കാരനാണ്. അവനെ ഒന്ന് നേരിടാൻ എന്നെ സഹായിക്കണം. അയാളെ ഒതുക്കാൻ, അയാളെ വധിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം. അയാളുടെ രാജ്യത്തെ കീഴടക്കാൻ എന്നെ സഹായിക്കണം. മഗല്ലൻ സമ്മതിച്ചു. കാരണം ഇവിടെ വളരെ ഹൃദ്യമായ സ്വീകരണമല്ലേ. തന്നെയുമല്ല, പീരങ്കികളും ആയുധങ്ങളുമായിട്ട് യൂറോപ്പിൽ നിന്ന് വന്നിരിക്കുന്നയാളാണ്. ഈ നാട്ടുരാജ്യത്തെ ഈ ഗോത്രരാജാവിനെ നിഷ്പ്രയാസം തോൽപ്പിക്കാമെന്ന് മഗല്ലന് തോന്നുന്നു. ഒടുവിൽ മഗല്ലൻ തൻ്റെ 3 കപ്പലിലെ ആളുകളുമായി അക്കാലത്തെ ഏറ്റവും ആധുനികമായ തോക്കുകളൊക്കെ ആയിട്ട് ഈ ലാപ്പുവിൻ്റെ മക്താൻ ദ്വീപിൻ്റെ തീരത്തേക്ക് കയറി ചെല്ലുകയാണ്. ആ തീരത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആ തീരമാണ് ഇപ്പോൾ അലങ്കരിച്ചിട്ടിരിക്കുന്നത്. ആ തീരമാണ് ചരിത്ര സ്ഥലമായിട്ട് അവർ സംരക്ഷിക്കുന്നത്. ആ തീരത്തേക്ക് കയറി ചെല്ലുന്നു. ലാപ്പുവിൻ്റെ വീരന്മാരായ പോരാളികൾ അവരുടെ പരമ്പരാഗത ആയുധങ്ങളായിട്ട് നിൽക്കുന്നു. അല്പമിത ആത്മവിശ്വാസത്തോടെ ഈ മഗല്ലനും സംഘവും മുന്നിലേക്ക് കയറി ചെല്ലുന്നു. ലാപ്പുവിൻ്റെ വീരന്മാരായ പോരാളികൾ തൊടുത്തുവിട്ട അമ്പ് ഈ മഗല്ലൻ്റെ നെഞ്ചിൽ തറച്ചു കയറുന്നു. അയാളവിടെ വീഴുന്നു, മരിക്കുന്നു. ഇത്ര ദയനീയമായിട്ടായിരുന്നു ഒരു ചരിത്ര പുരുഷൻ്റെ അന്ത്യം. അവിടെ മരിച്ചു വീണ ആ മഗല്ലൻ്റെ മൃതദേഹം പോലും ഈ സ്പെയിൻകാർക്ക് തിരികെ കൊടുക്കാൻ ഈ ലാപ്പു തയ്യാറായില്ല. ഈ ലാപ്പുവാണ് ഇന്ന് ഫിലിപ്പൈൻസിൻ്റെ ഏറ്റവും വലിയ ആരാധ്യപുരുഷൻ. വൈദേശിക ശക്തികളെ ആദ്യമായി പരാജയപ്പെടുത്തിയ, ആദ്യമായി നാട് കടത്തിയ വീരൻ എന്നാണ് ലാപ്പു അറിയപ്പെടുന്നത്. ലാപ്പുവിൻ്റെ പ്രതിമ എവിടെയുണ്ട്. ഒപ്പം ഈ മഗല്ലന്, ഈ ഭൂമിയുടെ ചരിത്രം മാറ്റിക്കുറിച്ച് ഈ മഗല്ലന് വേണ്ടിയും ഒരു സ്മാരകം അവിടെയുണ്ട്. മഗല്ലൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സാക്ഷാത്കൃതമായി. കാരണം അദ്ദേഹം രാജാവിന് കൊടുത്തിരുന്ന ഉറപ്പ്, പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ കിഴക്കുള്ള ആ സ്പൈസസിൻ്റെ, ആ സ്വന്ത വ്യഞ്ജനങ്ങളുടെ നാട്ടിലെത്താൻ കഴിയുമെന്നായിരുന്നു. അയാളത് എത്തുക തന്നെ ചെയ്തു. പക്ഷേ തിരിച്ച് ആ സന്ദേശവുമായി രാജാവിനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ മഗല്ലൻ്റെ സംഘത്തിലെ ഒരു കപ്പൽ തിരിച്ച് സ്പെയിനിലേക്ക് എത്തുക തന്നെ ചെയ്തു. മഗല്ലൻ ഭൂമിക്ക് ചുറ്റും സഞ്ചരിച്ച ആദ്യ നാവികൻ എന്ന ഖ്യാതി നേടുകയും ചെയ്തു. ചരിത്ര പുരുഷന്മാരുടെയൊക്കെ ജീവിതം സത്യത്തിൽ ഇങ്ങനെയാണ്. അവരുടെ മരണങ്ങൾ പോലും ചരിത്രം ആഘോഷിക്കുന്ന ഒന്നായി മാറുന്നു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.